നമസ്കാരം. CPM നേതാവായിരുന്ന KN രാമകൃഷ്ണന്റെ 19ാം അനുസ്മരണ ദിനാചരണം മറയൂരിൽ നടന്നു. CPM ഏരിയ സെക്രട്ടറി VC ജിമോൻ ഉദ്ഘാടനം ചെയ്തു. കപട ഹിന്ദുവാദികളാണ് BJP. അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി ഹിന്ദുവിന്റെ പേര് ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നവരാണ് BJP. അവർക്ക് ഹിന്ദു എന്ന് പറയുന്ന മതത്തോടോ മതവിശ്വാസികളോടോ അശ്ലേഷം താല്പര്യവും ബഹുമാനവും നന്ദിയും കൂറുമില്ലാത്തവരാണ് BJP എന്ന് പറഞ്ഞാൽ അതിനെ ധിക്കരിക്കാൻ ഒരു BJP-കാരനും കഴിയില്ല. കാരണം എന്താ? ഞാൻ പറഞ്ഞതാണ്, ശബരിമല പാതയ്ക്ക് വേണ്ടി ഈ ജില്ലയിലെയും ഈ കേരളത്തിലെയും ജനപ്രതിനിധികളടക്കം മുഖ്യമന്ത്രിയടക്കം ഒട്ടനേകം ജനപ്രതിനിധികൾ ഈ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ എത്രയോ തവണ അതിനാവശ്യമായിട്ടുള്ള നിവേദനങ്ങളും നടപടികളും ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കുമ്പോൾ ശബരിപാതയ്ക്ക് വേണ്ടി നയാ പൈസ മാറ്റിവെക്കാൻ തയ്യാറാകാത്തവരാണ് BJP. രണ്ട് എന്ന് പറയുന്ന ആറന്മുളയിൽ വിമാനത്താവളം നമുക്കറിയാം. കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഒട്ടനേകം ഹിന്ദു മതവിശ്വാസികൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അവർ ജപ്പാനിലുണ്ട്, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, ഇന്ത്യയിലെ ലോകത്തിന്റെ പല രാജ്യങ്ങളുണ്ട്. ആ ലോകത്തിന്റെ പല രാജ്യങ്ങളിലുള്ള ഹിന്ദു മതവിശ്വാസികൾ അവർക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് ശബരിമലയിൽ ദർശനം നടത്തി പോകണമെങ്കിൽ വിമാനത്തിലെ വരാൻ പറ്റൂ. അങ്ങനെ ഒരു വിമാനത്തിൽ വരാൻ കഴിയണമെങ്കിൽ വിമാനത്താവളം വേണം. ആ ശബരിമലയ്ക്ക് പരിസരത്തായി ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് അതിനാവശ്യമായ നടപടി സ്വീകരിക്കുമ്പോൾ അതിനനുകൂലമായി ഒരു നിലപാടും സ്വീകരിക്കാൻ കേന്ദ്ര BJP ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായിരിക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്, വിമാനത്താവളത്തിന് അനുമതി തരണം, BJP ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മതവിശ്വാസികളോട് ഒരു താല്പര്യവും വിശ്വാസതയില്ലാത്തവരാണ് BJP. അവർക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടി ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ അധികാരത്തിന് വേണ്ടിയുള്ള ചവിട്ടുപടിയായി അവർ ഹിന്ദു മതവിശ്വാസത്തെയും ഹിന്ദുക്കളെയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ഈ സമൂഹത്തിനോട് യാതൊരു നീതിയും കൂറും പുറത്താത്തവരാണ് BJP. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി. ആരാ നടത്തിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. എന്തായിരുന്നു ഹിന്ദു മഹാസംഗമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശത്തും അതുപോലെ തന്നെ ആഭ്യന്തര ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തിനെത്തുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ആവശ്യമായ ബൃഹത്തായിട്ടുള്ള പദ്ധതി തയ്യാറാക്കണം. ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസൃതമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി കഴിയണം. അത് ശബരിമലയിൽ മാത്രം പോരാ. ശബരിമലയിലേക്ക് എത്തിപ്പെടുന്ന കേരളത്തിന്റെ അതിർത്തി മേഖലകളിൽ തുറന്ന് ശബരിമല വരെയുള്ള മുഴുവൻ പ്രദേശത്തിന്റെയും അടിസ്ഥാനപരമായ സൗകര്യം ഉറപ്പാക്കണം. അതിനാവശ്യമായ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് അതിനാവശ്യമായ സഹായം ചെയ്യുന്നില്ല. അതിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതി എല്ലാ ഈ ഹൈന്ദവ മത സാമുദായിക നേതാക്കന്മാരടക്കമുള്ള വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിശാലമായ ചർച്ച. ആ ചർച്ചയുടെ ഒടുവിൽ ശബരിമലയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാവുകയാണ്. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാവുന്നതോടുകൂടി ശബരിമലയുടെ പേരിൽ ഈ കേരളത്തിൽ ഒരു BJP-ക്കും രാഷ്ട്രീയമായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടി കഴിയില്ല. ആ ബൃഹത്തായിട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഈ കേരളത്തിലെ ദൈവവിശ്വാസികളായിട്ടെത്തുന്ന ശബരിമല ദർശനത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വളരെ സുഗമമായി പോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്ന ബൃഹത്തായ പദ്ധതിക്കാണ് അവിടെ വിഭാവനം നടത്തിയത്. അപ്പൊ അതെങ്ങനെയെങ്കിലും പൊളിക്കണം. അത് പൊളിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും BJP-യും എല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണ് പോറ്റി. അപ്പൊ പോറ്റി എന്താ ചെയ്തത്? പോറ്റി പറഞ്ഞു, ശബരിമലയ്ക്കകത്തുള്ള പീഠം കാണാനില്ലേ? അപ്പൊ ശബരിമല പീഠം പെട്ടെന്ന് അന്വേഷണം നടത്താൻ ദേവസ്വം ബോർഡിന് കൊടുത്തു.
ദേവസ്വം ബോർഡ് ഉത്തരവിട്ട് 3 ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഡനം കണ്ടെത്തിയത്. പോറ്റി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന്റെ സമരനായ നേതാക്കന്മാരായി ബന്ധമുള്ള പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി എത്തിയിരിക്കുകയാണ്. എന്തോ പീഡനം. എന്നിട്ട് പോറ്റി എന്ന് പറയുകയാണ് എന്ത് പീഡം കാണാനില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പീഠം അടിച്ചുകൊണ്ട് പോയി പറയാൻ വേണ്ടിയാണ് പോറ്റി ഇളക്കിളക്കിയത്. ശബരിമല അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ഈ ഇളക്ക്. ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തി. പക്ഷെ നീക്കത്തെയെല്ലാം ഗവൺമെന്റ് നല്ല ഫലപ്രദമായി പൊളിച്ചടുക്കി കൊടുത്തു. ഇപ്പൊ അവസാനം പോറ്റി ജയിലിന്റെ അകത്ത് ഇപ്പോ പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായി. അതാണ് ഇപ്പോ ഞങ്ങളതാണ് മുമ്പേ പറഞ്ഞത്. പോറ്റിയുടെ പേരിൽ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി കോൺഗ്രസ് ഇവിടെ എല്ലാം പാടി തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നൊന്നായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജയകുമാർ INTUCയുടെ നേതാവ്, INTUCയുടെ കേരളത്തിലെ ജനറൽ സെക്രട്ടറി, ശബരിമല ദേവസ്വം ബോർഡ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു. സ്വർണ്ണപ്പാളി പൂശാൻ വേണ്ടി ഉത്തരവിട്ട് കൊടുത്തത് ആരാണ് എന്ന് നോക്കിയപ്പോ പ്രിയപ്പെട്ടവരെ INTUCയുടെ നേതാവാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അയ്യപ്പനെ അവിടെ പോറ്റിയെ കയറ്റിയത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. ജയിലിൽ പോയത് ആരപ്പ? അത് INTUCക്കാരണപ്പ എന്ന് ഞങ്ങൾ പാട്ടുപാടും. കാരണം മുഴുവൻ INTUCയുടെ നേതാക്കന്മാരാണ് ഇപ്പൊ ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ അയ്യപ്പൻ മഹാനായിട്ടുള്ള അയ്യപ്പനെ കബളിപ്പിക്കാൻ വേണ്ടിയും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയും ശ്രമിച്ച ആൾക്കാരെല്ലാവരും അയ്യപ്പൻ തന്നെ ഇപ്പൊ കുരുക്കിലാക്കിയിരിക്കുകയാണ്. എല്ലാ കള്ളന്മാരെയും പിടിച്ച് ജയിലില്ലാത്ത ഒരു സംശയവും ഉണ്ടാകും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയം നേടുമെന്ന കാര്യത്തിന്റെ അകത്ത് ഞങ്ങൾക്കൊരു സംശയമില്ല. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്. ആ രാഷ്ട്രീയം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ മറയൂരിൽ വന്നിട്ട് പറയുന്നത് വെള്ളിയം തുറമുഖത്തിന്റെ കഥയല്ല. ഞങ്ങൾ മറയൂരിലെ ഇവിടെ ആളുകളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്ത് തുറമുഖം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉദ്യോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ ഇടമൺ പവർ ഹൈവേ കൂടംകുളത്ത് വൈദ്യുതി എത്തിക്കാൻ ഞങ്ങൾ പവർ ഹൈവേ നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ 1-ാം വാർഡിലെ ഇരുട്ടളം 1-ാം വാർഡിലെ പേയൂടി പോയി ഉപയോഗിക്കില്ല. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ മറയൂരിൽ പോയി വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ മറയൂർ പഞ്ചായത്തിനകത്ത് ഇവിടെ കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ 4 വരിപ്പാത നിർമ്മിച്ച ഗവൺമെന്റിന് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ മറയൂരുകാരോട് പറയാൻ പോകുന്നില്ല. ഞങ്ങൾ മറയൂരുകാരോട് പറയാൻ പോകുന്നത് മറയൂരിൽ 45 വർഷമായി കോൺഗ്രസിന് കൈപ്പത്തിക്കകത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 1-ാം വാർഡിലും 2-ാം വാർഡിലും പാവപ്പെട്ടവർക്ക് 364 പേർക്ക് ലൈഫ് പദ്ധതിക്കകത്ത് വീട് വെച്ചു കൊടുത്ത ഈ കേരളത്തിലെ ഗവൺമെന്റിന് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 1-ാം വാർഡിലും 2-ാം വാർഡിൽ പോയി പറയാൻ പോകുന്നതാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ 1-ാം വാർഡിലും 2-ാം വാർഡിലും എന്താ പറയുന്നത്? വെള്ളക്കൽ കുടി, ആ കുടി രൂപീകരിച്ചിട്ട് 120 കൊല്ലം, ഇരുട്ടളക്കുടി രൂപീകരിച്ചിട്ട് 100-ലധികം കൂടുതൽ വർഷം. ആ ഇരുട്ടളക്കുടിയിലേക്ക് പോകാൻ ഒരു റോഡ് ഈ 45 വർഷമായി മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും എല്ലാം മാറി മാറി ഭരിച്ചിട്ടും 120 കൊല്ലം ഭരണം നടത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ 120 കൊല്ലമായി രൂപീകരിക്കപ്പെട്ട ആദിവാസിക്കുടിയിലേക്ക് പോകാൻ റോഡ് ഇട്ട് കൊടുക്കാത്ത സ്ഥലത്ത് ഞങ്ങളിതാ അഡ്വക്കേറ്റ് രാജ MLA ഇടപെട്ട് അങ്ങോട്ടേക്ക് റോഡ് ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് അരുവാട്ടിച്ചിക നക്ഷത്രപടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അതാ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്. ഞങ്ങൾ പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നടപ്പാക്കി പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് പോകാൻ പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ ഗവൺമെന്റ് വോട്ട് നൽകണം. അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്. ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കുട്ടിരാജ്, ശ്രീ മുരുകൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി PM ലാലു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇന്ദ്രജിത്ത്, S ചന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം സുനിൽ, KSKTU ഏരിയ പ്രസിഡന്റ് ജെയിംസ് മാത്യു തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു.
ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.